പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സംസ്ഥാന ലോട്ടറികളെക്കുറിച്ചും ഭാരതരത്നത്തെയും കുറിച്ചുള്ള പോയിന്റ്സുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിവാര നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന ഒന്നാം സമ്മാന തുകയുള്ള ലോട്ടറി ഏത്? അപ്പോൾ പ്രതിവാര നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന ഒന്നാം സമ്മാന തുകയുള്ള ലോട്ടറി ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, 50-50. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ ബുധനാഴ്ചയും നറുക്കെടുക്കുന്ന ലോട്ടറിയാണ് 50-50. അപ്പോൾ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ ബുധനാഴ്ചയും നറുക്കെടുക്കുന്ന ലോട്ടറിയാണ് 50-50. 50 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. മുമ്പ് പൗർണമി എന്ന പേരിൽ അറിയപ്പെട്ട ലോട്ടറിയാണ് പിന്നീട് 50-50 എന്ന പേരിൽ പുനരവതരിപ്പിച്ചത്. അപ്പോൾ മുമ്പ് പൗർണമി എന്ന പേരിൽ അറിയപ്പെട്ട ലോട്ടറിയാണ് പിന്നീട് 50-50 എന്ന പേരിൽ പുനരവതരിപ്പിച്ചത്. 1 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം EMS സർക്കാരിൻ്റെ കാലത്താണ് ഭാഗ്യക്കുറി കേരളത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ രണ്ടാം EMS സർക്കാരിൻ്റെ കാലത്താണ് ഭാഗ്യക്കുറി കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ സർക്കാർ തലത്തിൽ ഭാഗ്യക്കുറി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇന്ത്യയിലെ സർക്കാർ തലത്തിൽ ഭാഗ്യക്കുറി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. നികുതി ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാഗ്യക്കുറി നടപ്പാക്കിയത്. നികുതി ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാഗ്യക്കുറി നടപ്പാക്കിയത്. മന്ത്രിസഭയിലെ ധനമന്ത്രിയായ PK കുഞ്ഞാണ് ഭാഗ്യക്കുറി എന്ന ആശയത്തിന് പിന്നിൽ. 1967 ലോട്ടറി ഡയറക്ടറേറ്റ് രൂപവൽക്കരിക്കുകയും ആദ്യ ടിക്കറ്റ് പുറത്തിറക്കുകയും ചെയ്തു. അപ്പോൾ 1967 ലോട്ടറി ഡയറക്ടറേറ്റ് രൂപവൽക്കരിച്ചിട്ട് ആദ്യത്തെ ടിക്കറ്റ് പുറത്തിറക്കിയത്. 1967 നവംബർ 1 ആദ്യത്തെ ഭാഗ്യക്കുറി വിപണിയിലെത്തുന്നത്. 1 രൂപയായിരുന്നു ലോട്ടറിയുടെ വില. ലോട്ടറി ഇറങ്ങി 2 മാസത്തിന് ശേഷം 1968 ജനുവരി 26 ആദ്യ നറുക്കെടുപ്പ് നടന്നു. വിൻ, സ്ത്രീശക്തി, അക്ഷയ, കാരുണ്യ പ്ലസ്, നിർമ്മൽ, കാരുണ്യ എന്നീ ലോട്ടറികളാണ് കേരള സർക്കാരിൻ്റെ മറ്റ് ലോട്ടറികൾ. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ടേബിളിൽ രോഗിയെ ശസ്ത്രക്രിയ ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ ലോട്ടറിയുടെ ചിത്രം. 50,000 രൂപയായിരുന്നു ഒന്നാം സമ്മാന തുക. പ്രതിവാര ലോട്ടറികൾക്ക് പുറമെ തിരുവോണം, ക്രിസ്തുമസ്, സമ്മർ പൂജ, വിഷു, മൺസൂൺ സമയങ്ങളിൽ ബമ്പർ ലോട്ടറികളും സർക്കാർ നടത്താറുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തുക ഒന്നാം സമ്മാനമായി നൽകുന്ന ലോട്ടറിയാണ് തിരുവോണം ബമ്പർ. അടുത്തത്, 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത്? 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5 പേർക്കാണ്. അതാരൊക്കെയെന്ന് നോക്കാം. കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർക്കാണ് ഭാരതരത്ന 2024 ലഭിച്ചത്. അപ്പോൾ കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വർഷം 5 പേർക്ക് ഭാരതരത്ന നൽകുന്നത്. അത് 2024 അദ്വാനി ഒഴികെയുള്ള 4 പേർക്കും മരണാനന്തര ബഹുമതിയാണ് ഭാരതരത്ന ലഭിച്ചത്. അദ്വാനി ഒഴികെയുള്ള 4 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന ലഭിച്ചത്. കർപ്പൂരി ഠാക്കൂറിന് അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 2 തവണ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. 1978 സർക്കാർ ഉദ്യോഗങ്ങളിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് 26% സംവരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന മുഖേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട്
കർപ്പൂരി ഠാക്കൂർ നടപ്പാക്കിയിരുന്നു. അപ്പോൾ മുഖേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടപ്പാക്കിയത് കർപ്പൂരി ഠാക്കൂറാണ്. ലാൽകൃഷ്ണ അദ്വാനി വാജ്പേയി മന്ത്രിസഭയിലെ മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. കല, കായികം, സാഹിത്യം, ശാസ്ത്രം, രാഷ്ട്രീയം, പൊതുപ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവർക്കാണ് പുരസ്കാരം നൽകുന്നത്. മതം, ജാതി, തൊഴിൽ, സ്ഥാനം, ലിംഗം എന്നീ വിവേചനമില്ലാതെ ഏതൊരു വ്യക്തിക്കും പുരസ്കാരത്തിന് അർഹതയുണ്ട്. ഭാരതരത്നയ്ക്കുള്ള ശുപാർശകൾ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കുന്നത്. 1954 ജനുവരി 2-നാണ് പുരസ്കാരം നിലവിൽ വന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭാരതരത്ന ആദ്യമായി അവതരിപ്പിച്ചത്. പ്രതിവർഷം 3 പുരസ്കാരമാണ് തുടക്കത്തിൽ നൽകിയിരുന്നത്. പിന്നീട് ഇതിൽ ഭേദഗതി വരുത്തി. ജേതാവിന് രാഷ്ട്രപതി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും ആലിലയുടെ മാതൃകയിലുള്ള മെഡലുമാണ് സമ്മാനം. അപ്പോൾ ജേതാവിന് രാഷ്ട്രപതി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും ആലിലയുടെ മാതൃകയിലുള്ള മെഡലുമാണ് സമ്മാനം. സി രാജഗോപാലാചാരി, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണ, CV രാമൻ എന്നിവരാണ് പ്രഥമ ഭാരതരത്ന പുരസ്കാര ജേതാക്കൾ. കൊൽക്കത്തയിലെ എയർപോർട്ട് മിന്റിലാണ് മെഡലുകൾ നിർമ്മിക്കുന്നത്. മെഡലിൽ ദേവനാഗിരി ലിപിയിൽ ഭാരതരത്ന എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. 1987 ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, 1990 നെൽസൺ മണ്ടേല എന്നിവരാണ് പുരസ്കാരം നേടിയ ആദ്യ വിദേശികൾ. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.